ഹയർ സെക്കൻഡറി ഒന്നാം വർഷ മലയാള പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ കാഴ്ച എന്ന യൂണിറ്റിലെ 5ാമത്തെ പാഠഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. പാഠത്തിന്റെ പേര് കേൾക്കുന്നുണ്ടോ. ഇത് ഒരു ഹ്രസ്വചിത്രമാണ്. ഇതിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഗീതു മോഹൻദാസ് ആണ്. 2009 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ഹ്രസ്വചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1986 മികച്ച ബാലനടിക്കും 2004 മികച്ച നടിക്കുമുള്ള സംസ്ഥാന അവാർഡ് ഗീതു മോഹൻദാസിന് ലഭിച്ചിട്ടുണ്ട്. 2013 ഗീതു മോഹൻദാസ് ഹിന്ദി ഭാഷയിൽ സംവിധാനം ചെയ്ത സാമൂഹ്യ രാഷ്ട്രീയ ചിത്രമായ ലയേഴ്സ് ഡൈസ് 2 ദേശീയ അവാർഡുകൾ നേടിയിട്ടുണ്ട്. ഇത് ഒരു ഹ്രസ്വചിത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. വളരെ ഹൃദയസ്പർശിയായ ഒരു ഹ്രസ്വചിത്രമാണിത്. ഇതിൽ ഹസ്ന എന്ന അന്ധബാലികയുടെ ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങൾ ആണ് ആവിഷ്കരിക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിലും അന്ധയായ പെൺകുട്ടിയാണ് ഹസ്ന. ഹസ്നയുടെ കഥ പറയുന്നതോടൊപ്പം തന്നെ നഗരവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങളും ഈ ചിത്രത്തിൽ സംവിധായിക അവതരിപ്പിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ എന്ന ചിത്രം ഹസ്നയുടെ ജീവിതത്തെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പല ചിന്തകളും കാഴ്ചകളും നിറയ്ക്കാനായിട്ട് സംവിധായികയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അന്ധബാലികയാണ് ഹസ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞു. അവളുടെ അമ്മ ഒരു വീട്ടുജോലിക്കാരിയാണ്. അവളെ ഒരു വർക്ക്ഷോപ്പിൽ ഇരുത്തിയിട്ടാണ് അമ്മ ജോലിക്ക് പോകുന്നത്. മാത്യു ആൻഡ് സൺസ് എന്ന ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലാണ് അവളെ കൊണ്ട് ഇരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ഭൂരിഭാഗം സംഭവങ്ങളും അരങ്ങേറുന്നത് ഈ വർക്ക്ഷോപ്പിൻ്റെ പരിസരത്താണ്. അതുപോലെ തന്നെ അന്ധയായ ഹസ്ന ശബ്ദങ്ങളിലൂടെയാണ് ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നത്. അവള് ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് മാത്യു സാറും ചാക്കോയും വർക്ക്ഷോപ്പിലെ ഒരു ജീവനക്കാരനും അതുപോലെ ഹസ്നയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. കുട്ടികൾ കളിക്കുന്ന ശബ്ദം നമുക്ക് ഇതെവിടെ നിന്ന് കേൾക്കാൻ കഴിയും. അപ്പോൾ ഈ പെൺകുട്ടി അന്ധയായ ഹസ്ന അവളുടെ ചിന്തകൾ, അവളുടെ ഈ ശബ്ദങ്ങൾക്ക് നേരെയുള്ള അവളുടെ പ്രതികരണങ്ങളും ഒക്കെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നതിന് വേണ്ടി വർക്ക്ഷോപ്പ് ഇരിക്കുന്ന ഭാഗം അടിച്ച് നിരത്താൻ പോകുന്ന ഒരു കാഴ്ചയോടുകൂടിയാണ് അല്ലെങ്കിൽ അതിൻ്റെ സൂചനകളോടുകൂടിയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷയുടെ നാളുകളിലേക്ക്, പുതിയ സ്വപ്നങ്ങളിലേക്ക് ഹസ്ന നടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്ധബാലികയുടെ ജീവിതം വളരെ തനിമയോടെ ആവിഷ്കരിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ഭാഗം വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ യഥാർത്ഥ ജീവിതത്തിലും അന്ധയായ ഹസ്നയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഡോക്യുമെൻ്ററി കാണുക. കേൾക്കുന്നുണ്ടോ എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ഇതിലൊന്നാമത്തെ ചോദ്യം ഇപ്രകാരമാണ്: സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയിലും കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രത്തിലും കുട്ടികൾക്ക് നിർണായകമായ സ്ഥാനം നൽകിയത് എന്തുകൊണ്ടാവാം? നിങ്ങളുടെ നിഗമനങ്ങൾ അവതരിപ്പിക്കുക എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുട്ടികൾ പ്രധാന കഥാപാത്രങ്ങളായ ധാരാളം സിനിമകൾ ലോക സിനിമയിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് സൈക്കിൾ മോഷ്ടാക്കൾ. അതുപോലെ തന്നെ കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രം നമുക്ക് പഠിക്കാനുള്ള ഹ്രസ്വചിത്രത്തിലും അന്ധയായ ഹസ്ന എന്ന ബാലികയാണ് കേന്ദ്ര കഥാപാത്രമായിട്ടുള്ളത്. കുട്ടികളുടെ കഥ പറയുമ്പോൾ അതിന് കൂടുതൽ ലാളിത്യവും നിഷ്കളങ്കതയും നൈർമല്യവും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ. അതുപോലെ ഈ കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രത്തിലും ഹസ്ന എന്ന അന്ധബാലിക അവളെ ശബ്ദങ്ങളിലൂടെയാണ് എല്ലാത്തിനെയും അറിയുന്നത്. അവൾ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങൾക്ക് പലപ്പോഴും ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയിൽ ബ്രൂണോയുടെ സ്ഥാനം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ കുട്ടികൾ ജീവിതത്തിൻ്റെ ഭാഗമാകും, കുട്ടികൾ സിനിമയുടെ ഭാഗമാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ആസ്വാദകരുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കാൻ ഇടയാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കേൾക്കുന്നുണ്ടോ എന്ന ചിത്രവും അപ്രകാരം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു പെൺകുട്ടിയുടെ കേൾവിയിലൂടെ മാത്രം, കാഴ്ചയില്ലാത്ത പെൺകുട്ടി കേട്ടറിയുന്ന കാര്യങ്ങൾ മാത്രം അറിയുകയും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ അറിയുകയും ആസ്വാദകരായ നമ്മളിലേക്ക് ഒരു വേദനയുടെ തുണ്ട്
അവശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഹ്രസ്വചിത്രമാണ്. കേൾക്കുന്നുണ്ടോ? അപ്പോൾ അതിലെ ആ കുട്ടിയും നമ്മുടെ ആസ്വാദകന്റെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കാൻ പര്യാപ്തമാണ്. അവരൊക്കെ ജീവിതത്തിലെ അവരുടെയൊക്കെ ജീവിതത്തിലൂടെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വെളിച്ചം വീഴാനായിട്ട് കാരണമാകുന്നുമുണ്ട്. അപ്പം ഈ ഹസ്ന എന്ന ബാലിക നമുക്ക് ആ ഷോർട്ട് ഫിലിം കാണുമ്പോൾ അറിയാം, അവള് കുട്ടികളൊക്കെ കളിക്കുന്നത് അവരുടെയൊക്കെ ശബ്ദങ്ങളിലൂടെയാണ് അവൾ തിരിച്ചറിയുന്നത്. അവൾ പല ചോദ്യങ്ങളും അതിനിടയിൽ ചോദിക്കുന്നുണ്ട്. അവൾ ആ കളികളിൽ തന്നെ മനസ്സുകൊണ്ട് പങ്കാളിയാവുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൾക്കൊന്നും കാണാൻ കഴിയുന്നില്ലെങ്കിലും ശബ്ദങ്ങൾ തിരിച്ചറിഞ്ഞ് അവൾ പ്രതികരിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് സിനിമയിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പം ഇങ്ങനെ കുട്ടികളുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളും നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കാനും അതിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ, അതിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനും ഒക്കെ പലപ്പോഴും കുട്ടികൾക്ക് വേഗം സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു സത്യം തന്നെയാണ്. സൈക്കിൾ മോഷ്ടാക്കളുടെ അവസാന ഭാഗത്ത് കാണുന്ന ആ ബ്രൂണോയുടെ കണ്ണീർ, അച്ഛൻ്റെ കൈപിടിച്ചു പോകുന്ന അവൻ്റെ അച്ഛനെ കള്ളൻ കള്ളൻ എന്ന ആളുകൾ വിളിക്കുമ്പോൾ അവനുണ്ടാകുന്ന ഒരു അനുഭവത്തിൻ്റെ ആഴം, അത് നമ്മളെ പ്രേക്ഷകരെ തീർച്ചയായും വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കഥാപാത്രം തന്നെയാണ്. അപ്പോൾ കുട്ടികൾ കഥാപാത്രമായി വരുമ്പോൾ ആ ചിത്രത്തിന് തന്നെ പുതിയൊരു മാനം കൈവരുന്നു എന്നുള്ളത് നമുക്ക് ഈ രണ്ട് ചിത്രങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. അടുത്ത ചോദ്യം, കാഴ്ചയില്ലാത്ത കുട്ടിയുടെ അനുഭവ ലോകമാണ് കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രത്തിനുള്ളത്. എങ്ങനെയെല്ലാമാണ് ശബ്ദങ്ങളുടെ സാധ്യതകൾ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, അന്ധയായ ബാലികയുടെ കഥയാണ് കേൾക്കുന്നുണ്ടോ. അപ്പൊ അതില് ആ പെൺകുട്ടി കേൾവിയിലൂടെയാണ് പ്രധാനമായിട്ടും ചുറ്റുപാടിനെ തിരിച്ചറിയുന്നത്. അവൾക്ക് അവളുടെ ചോദ്യം കേൾക്കുന്നുണ്ടോ എന്ന് ഉള്ള ആ ചോദ്യം തന്നെ നമ്മൾ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ്. അവളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും അവള് കേട്ടാണ് എല്ലാത്തിനെയും തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ ശബ്ദം എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുന്നു. ഈ ഹസ്ന എന്ന ബാലിക കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ആ ചിത്രം, അതിലെ ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാകുന്നു. ഒരു വർക്ക്ഷോപ്പിലാണ് അവൾ കൂടുതൽ സമയം, അവളുടെ അമ്മ ഒരു വീട്ടു ജോലിക്കാരിയാണ്. അമ്മ ഈ വർക്ക്ഷോപ്പിൽ അവളെ ഇരുത്തിയിട്ടാണ് ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് ആ ചുറ്റുപാടുകളാണ് ഇതിൻ്റെ ഈ കഥയെ നമുക്ക് സിനിമയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ ശബ്ദം, അതുപോലെ മെക്കാനിക്കുകൾ ജോലി ചെയ്യുമ്പോഴുള്ള ആ ശബ്ദം, ഇതൊക്കെ ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കുട്ടികൾ കളിക്കുമ്പോഴുള്ള ശബ്ദം, അവരുടെ ഓരോരുത്തരുടെയും ശബ്ദവും അവരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഈ പെൺകുട്ടി അത് കേൾക്കുകയും അതിനോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഹസ്ന എന്ന് പറയുന്ന അന്ധയായ പെൺകുട്ടിയെ അവതരിപ്പിക്കുന്നതിന് ഈ ശബ്ദങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ശബ്ദങ്ങളുടെ പശ്ചാത്തലം സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ ആഘോഷങ്ങളുടെ ശബ്ദം, ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ശബ്ദം, അതിലെ പടക്കം പൊട്ടുന്ന ശബ്ദം, ഇതൊക്കെ പുതിയ പുതിയ സാധ്യതകൾ ആ സിനിമയ്ക്ക് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടികൾ കളിക്കുന്ന മൈതാനം ഉൾപ്പെടുന്ന സ്ഥലത്ത് ഒരു പുതിയ ഫ്ലാറ്റ് ഉണ്ടാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നതിൻ്റെ ആ ശബ്ദവും നമുക്ക് ആ സിനിമയിൽ അവളിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. പഴയ ആ ഗ്രാമീണതയുടെ ശബ്ദവും അതിൻ്റെ നൈർമല്യവും ഒക്കെ ഈ പുതിയ ശബ്ദത്തിലൂടെ ഇല്ലാതാവുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ധാരാളം വാഹനങ്ങൾ ഇരമ്പി വരുന്നതും പോകുന്നതും നമുക്ക് കാണാം. JCBയും ടിപ്പറുകളും ഒക്കെ പാഞ്ഞെടുക്കുന്നതിൻ്റെ ഒക്കെ ശബ്ദം, ഇതെല്ലാം ഒരു മാറ്റത്തിൻ്റെ, ഒരു നഗരവൽക്കരണത്തിൻ്റെ ഒരു ചിത്രമാണ് നമ്മുടെ മുൻപിലേക്കും അതുപോലെ ഹസ്ന എന്ന് പറയുന്ന ആ അന്ധയായ പെൺകുട്ടിയുടെ ഉള്ളിലേക്കും കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശബ്ദത്തിന് ഇതിൽ വളരെ ഏറെ പ്രാധാന്യം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഹസ്ന ഒരു അന്ധബാലിക ആയതുകൊണ്ട് തന്നെയാണ്. അപ്പം അവളുടെ ജീവിതം ആവിഷ്കരിക്കുമ്പോൾ അവള് കാണുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നതിന് പകരം ചോദിക്കുന്ന വാക്കാണ് കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പം ഈ കാഴ്ചയുടെ തലത്തിലും കേൾവിയുടെ തലത്തിലും ഇത് ഒരേപോലെ പ്രാധാന്യം നൽകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഹസ്ന എന്ന പെൺകുട്ടിയെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ചിത്രത്തിലെ ശബ്ദങ്ങളെ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താലാണ് നമുക്ക് കൂടുതൽ ആ പെൺകുട്ടിയെ അടുത്തറിയാൻ സാധിക്കുന്നത്.
അടുത്ത ചോദ്യം, കേൾക്കുന്നുണ്ടോ എന്ന ചിത്രത്തിൽ ആനിമേഷൻ ദൃശ്യങ്ങൾക്കുള്ള പ്രാധാന്യം ശ്രദ്ധിച്ചല്ലോ. അവയുടെ അർത്ഥതലങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് സിനിമയുടെ ഭാവതലത്തെ സമ്പന്നമാക്കുന്നതിൽ ഈ ദൃശ്യങ്ങൾക്കുള്ള പ്രാധാന്യം വിശദമാക്കുന്ന കുറിപ്പ് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഈ ചിത്രത്തിൽ ആദ്യം കാണുന്ന ഒരു ആനിമേഷൻ ചിത്രമാണ്. അത് വളരെ ഈച്ചയും പൂച്ചയും കഞ്ഞിവെച്ച ഒരു കഥ ആണ് ഹസ്ന വിവരിക്കുന്നത്. അപ്പൊ ഇത് ആനിമേഷനിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. കുട്ടികളുടെ ഭാവനയും സർഗാത്മകതയും എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു കാഴ്ചയും കൂടിയാണ് ഈ ആനിമേഷൻ രംഗം. അപ്പം കാഴ്ചയില്ലാത്ത ഹസ്നയുടെ ചിന്തകൾക്ക് അല്ലെങ്കിൽ സങ്കല്പങ്ങൾക്ക് നമ്മുടെ കാഴ്ചയിൽ നിന്ന് ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് ഈ ആനിമേഷൻ ചിത്രം നമ്മളെ തുടക്കത്തിൽ തന്നെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. കാരണം അവളുടെ ആകാശത്തിന് പിങ്ക് നിറമാണ്, അതുപോലെ സൂര്യന് നീല നിറമാണ്. അപ്പൊ നീല സൂര്യനെ സമീപിക്കുന്ന ഈച്ച കുട്ടിയുടെ ഭാവനയെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ഭാവനയെ ഉദ്ദീപിക്കുന്ന അതാണ് അവരുടെ ജിജ്ഞാസയും അവരുടെ ഉത്കണ്ഠയും എല്ലാം. ഓരോ സന്ദർഭത്തിലും ഹസ്നയുടെ മനസ്സ് എപ്രകാരമാണ് സഞ്ചരിക്കുന്നത് എന്ന് വളരെ അർത്ഥവത്തായിട്ട് അവതരിപ്പിക്കാനായിട്ട് ഈ ആനിമേഷൻ ചിത്രങ്ങളിലൂടെ സംവിധായിക ശ്രമിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈച്ചയുടെയും പൂച്ചയുടെയും ഭാവവ്യത്യാസങ്ങളൊക്കെ കുട്ടിയുടെ മാനസിക ഭാവത്തോടും സന്ദർഭത്തോടുമൊക്കെ വളരെ യോജിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ സിനിമയുടെ അവസാനവും നമുക്ക് ഒരു ആനിമേഷൻ ചിത്രമാണ് കാണാൻ കഴിയുന്നത് എന്നുള്ളത് വളരെ വലിയൊരു പ്രത്യേകതയാണ്. അപ്പൊ പുത്തൻ പരിഷ്കാരങ്ങൾ അവിടെ ഉണ്ടാവുന്നു. പുതിയൊരു നഗരവൽക്കരണത്തിന്റെ ശബ്ദം അവിടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. അപ്പോൾ ഈച്ചയും പൂച്ചയും അനുഭവിക്കുന്ന ഒരു വെപ്രാളം, ധാരാളം വണ്ടികളൊക്കെ വരുന്നു, പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു. അപ്പോഴേ ഈ ആ ഒരു പ്രശ്നത്തിന്റെ ഗൗരവം എത്രയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് ഈ ഈച്ചയുടെയും പൂച്ചയുടെയും ഈ ആനിമേഷൻ ചിത്രം നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തരുന്നുണ്ട്. എല്ലാം കരിഞ്ഞു പോകുന്ന ഒരു കാലത്തിലേക്ക് അല്ലെങ്കിൽ നിറമങ്ങിയ ഒരു ലോകത്തേക്ക്, ഒരു അനുഭവത്തേക്ക് ജീവിതം മാറുന്നതിന്റെ ഒരു കാഴ്ച ഈ ആനിമേഷൻ ചിത്രത്തിലൂടെ വ്യക്തമാക്കാൻ സംവിധായകർ ശ്രമിക്കുന്നുണ്ട്. അത് കുട്ടിയുടെ മാനസിക ലോകത്തെ വാക്കുകളിൽ അവതരിപ്പിക്കുന്നതിനേക്കാൾ അധികമായി കൃത്യമായി ആനിമേഷൻ ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ തുടക്കത്തിലും അവസാനത്തിലും കാണുന്ന ആനിമേഷൻ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത. അത് ഈ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിന്റെ പ്രാധാന്യവും അത് തന്നെയാണ്. അടുത്ത ചോദ്യം, കൈപ്പാട്, കേൾക്കുന്നുണ്ടോ എന്നീ ചിത്രങ്ങളിലെ പ്രമേയതലത്തിൽ ബന്ധിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? അവ വ്യത്യസ്ത രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന എങ്ങനെയെന്ന് ചർച്ച ചെയ്യുക. നമ്മൾ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഒന്നാണ്, ഒന്ന് ഡോക്യുമെന്ററിയാണ്, മറ്റേതൊരു ഷോർട്ട് ഫിലിമാണ്. കൈപ്പാട് ഒരു ഡോക്യുമെന്ററി ആണ്. അപ്പൊ ബാബു കാമ്പ്രത്തിന്റെ കൈപ്പാട് ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ്. അത് കൈപ്പാട് നിലത്തിന്റെ പ്രാധാന്യമാണ് വ്യക്തമാക്കുന്നത്. നാം ഇന്ന് നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് അത് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. എന്നാൽ ഗീതു മോഹൻദാസിന്റെ കേൾക്കുന്നുണ്ടോ എന്ന സിനിമയുടെ അവസാന ഭാഗവും ഏതാണ്ട് കൈപ്പാടിന്റെ അവസാന ഭാഗവും തമ്മിലൊരു ബന്ധമുണ്ട്. കാരണം നഗരവൽക്കരണത്തിന്റെ പ്രശ്നങ്ങളിലേക്കാണ് ഗീതു മോഹൻദാസ് അതിൽ വിരൽ ചൂണ്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൈപ്പാട് എന്ന ഡോക്യുമെന്ററിയും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്ന ഒരു ബോധ്യപ്പെടുത്തലോടെയാണ് ആ സിനിമയും ആ ഡോക്യുമെന്ററിയും അവസാനിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഡോക്യുമെന്ററിയുടെ ഒടുവിലായിട്ട് ഇപ്രകാരം പറയുന്നുണ്ട്: നാം പ്രകൃതിയെ അവഗണിച്ചാൽ, സംരക്ഷിക്കാതിരുന്നാൽ നമുക്ക് നിശ്ചയമായും ചവിട്ടി നിൽക്കുന്ന മണ്ണ് പതിയെ നഷ്ടമാകും, നാം അറിയാതെ എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് കൈപ്പാട് അവസാനിക്കുന്നത്. അതുപോലെ തന്നെ ചാക്കോ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ സംഭാഷണവും ഇപ്രകാരം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. കൈപ്പാട്, കേൾക്കുന്നുണ്ട് എന്നീ ചിത്രങ്ങളെ പ്രമേയതലത്തിൽ ബന്ധിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? അവ വ്യത്യസ്ത രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന എങ്ങനെയാണ്? ചർച്ച ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ബാബു കാമ്പ്രത്തിന്റെ കൈപ്പാട് ഒരു പരിസ്ഥിതി ചിത്രമാണ്. കൈപ്പാട് നിലത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യമാണ് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നാം ഇന്ന് നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് അത് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. എന്നാൽ ഗീതു മോഹൻദാസിന്റെ കേൾക്കുന്നുണ്ടോ എന്ന സിനിമയുടെ അവസാന ഭാഗവും ഈ ചിത്രത്തിന്റെ ഡോക്യുമെന്ററിയുടെ അവസാന ഭാഗവും തമ്മിൽ വളരെ വലിയൊരു ബന്ധമുണ്ട്. വരാനുള്ളത് വൻ സെറ്റപ്പാണെന്നും 16 നിലയാണെന്നുമാണ് കേട്ടത് എന്ന് കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രത്തിലെ കഥാപാത്രമായ ചാക്കോ പറയുമ്പോൾ, പക്ഷേ നമ്മുടെ കാലിനടിയിലെ മണ്ണ് ചുരുണ്ടിക്കൊണ്ടു പോകാതിരുന്നാൽ മതി എന്നാണ് മറ്റൊരു കഥാപാത്രം പറയുന്നത്. നാം പ്രകൃതിയെ അവഗണിച്ചാൽ, സംരക്ഷിക്കാതിരുന്നാൽ നമുക്ക് നിശ്ചയമായും ചവിട്ടി നിൽക്കുന്ന മണ്ണ് നഷ്ടമാകും, നാം അറിയാതെ എന്ന് എഴുതി കാണിച്ചിട്ടാണ് കൈപ്പാട് എന്ന ഡോക്യുമെന്ററി അവസാനിക്കുന്നത്.
അതുപോലെ തന്നെ പ്രമേയ തലത്തിൽ ഇവ തമ്മിൽ സാദൃശ്യമുണ്ടെങ്കിലും അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. കാരണം നമുക്കറിയാം കൈപ്പാട് ഒരു ഡോക്യുമെന്ററിയും, കേൾക്കുന്നുണ്ടോ, ഒരു ഹ്രസ്വചിത്രവുമാണ്. ആ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വികസനവുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് രണ്ട് ചിത്രങ്ങളും പങ്കുവയ്ക്കുന്നത്. അപ്പോൾ കൈപ്പാട് നിലത്തിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം എത്രയുണ്ട് എന്ന് ആ ഡോക്യുമെൻ്ററിയിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ആ നിലങ്ങൾ ഇല്ലാതായാൽ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ, ജീവജാലങ്ങൾ ഇവരൊക്കെ ബുദ്ധിമുട്ടിലാകും എന്നൊരു തിരിച്ചറിവ് നമുക്ക് ആ ചിത്രത്തിലൂടെ, ആ ഡോക്യുമെൻ്ററിയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കേൾക്കുന്നുണ്ടോ എന്ന ചിത്രത്തിലും ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഒരു നാട്ടിൽ ഉയരുമ്പോൾ അതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളോടൊപ്പം തന്നെ അതിന് ചുറ്റുപാടുമുള്ള ജീവിതങ്ങൾ വഴിമുട്ടുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളിലും ഒരേപോലെയുള്ള ഒരു പ്രശ്നങ്ങളെ നേരിടുന്നതായിട്ട് നമുക്ക്, ഒരേപോലെയുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വികസനവും അത് പ്രകൃതിയിലും മനുഷ്യരിലും മറ്റ് ജീവജാലങ്ങളിലും സൃഷ്ടിക്കുന്ന മാറ്റങ്ങളും രണ്ട് ചിത്രത്തിലും ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ അടിസ്ഥാനം നിലനിൽപ്പ് തന്നെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നു എന്നൊരു സൂചനയാണ് രണ്ട് ചിത്രങ്ങളും നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും നമസ്കാരം.